കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. നാം കൃപയുടെ പഠനത്തിന്റെ സമാപന അധ്യായങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ചില ആഴ്ചകളായി കൃപയുടെ ബഹുവിധ വിഷയങ്ങൾ ക്രോഡീകരിച്ച് പഠിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് സാവകാശം ഒരുക്കി. സമാപനമായി കൃപാധനം, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ് എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ എഫെസ്യ ലേഖനത്തിലെ ക്രിസ്തു എന്ന അപ്രമേയധനം, മഹിമാധനം, തേജസ്സിന്റെ ധനം, വിവേകപൂർണതയുടെ സമ്പത്ത് എന്നുള്ള വിഷയങ്ങളൊക്കെ നാം പരസ്പരം ചേർത്ത് വെച്ച് ചില കാര്യങ്ങളോട് അടിയന്തരമായി ഈ കൃപയുടെ ചിന്താധാരയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു വാക്യം 1:3 കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഈ ലേഖനം. ഈ ദൈവകൃപ ലഭ്യമാകുന്നതിന് മുമ്പ് നാം തീർത്തും ദരിദ്രരായിരുന്നു. സമ്പന്നനായിരുന്ന കർത്താവ് നാം നിമിത്തം ദരിദ്രനായി തീർന്നതാണ് ദൈവകൃപ. എഫെസ്യ ലേഖനത്തിലെ തുടർന്നുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ, ക്രിസ്തു ഇല്ലാതിരുന്ന, ഇസ്രായേൽ പൗരത്വം ഇല്ലാതിരുന്ന, വാഗ്ദത്തങ്ങളോ അതിന്റെ നിയമങ്ങളോ ഇല്ലാതിരുന്ന, പ്രത്യാശ ഇല്ലാതിരുന്ന, എന്തിനേറെ പറയുന്നു, ഒരു സത്യദൈവം പോലും ഇല്ലാതിരുന്ന നമ്മെ പോലെ ദരിദ്രർ ആരുണ്ടായിരുന്നു? പരമസമ്പന്നൻ ദരിദ്രനായി ദൈവകൃപയാൽ നമ്മെ സമ്പന്നരാക്കി. അതുകൊണ്ട് ക്രിസ്തുവിൽ ഓരോ വിശ്വാസിയും സമ്പന്നരാണ്, ധനികരാണ്. നാം ഇന്ന് ചില വിഷയങ്ങളുടെ വേഗത്തിൽ പഠിക്കുമ്പോൾ, കൃപയാൽ എന്തൊക്കെയാണ് നമുക്ക് വന്നു ചേർന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കൃപയാൽ ലഭ്യമായ ധനങ്ങൾ എന്തൊക്കെയാണെന്ന് എഫെസ്യ ലേഖനം പറയുന്നത് എന്താണ് നമുക്കൊന്ന് സസൂക്ഷ്മം വിലയിരുത്തട്ടെ. ക്രിസ്തു എന്ന അപ്രമേയ ധനം, ദ അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. ഈ ധനത്തെ വിശേഷിപ്പിക്കുവാൻ മാനുഷിക ഭാഷയിൽ വാക്കുകൾ കിട്ടാതെ വെറുപ്പ് പൊട്ടുന്ന ഒരു എഴുത്തുകാരനെയാണ് അനുവാചകർക്ക് കാണുവാൻ കഴിയുന്നത്. അപ്രമേയ ധനം, ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പൗലോസ് പ്രസംഗിച്ചു. അൺമെഷറബിൾ റിച്ചസ്, ആർക്കും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതിനപ്പുറമായിട്ടുള്ള ധനത്തിന്റെ സ്രോതസ്, കലവറ. ആ ധനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പൗലോസ് എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. കൊലോസ്യ ലേഖനം 2:3 പറയുന്നു, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കും. ക്രിസ്തു എന്ന ജ്ഞാനത്തിന്റെയും ക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന പരിജ്ഞാനത്തിന്റെയും ധനം നാം ആർജിക്കാതിരുന്നാൽ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നാം ദരിദ്രരായിരിക്കും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിലുള്ള എല്ലാ ദൈവമക്കളും വിശ്വാസികളും ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, നിശ്ചയമായ ഒരു ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കണമെന്ന് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്ന 2 വസ്തുതകൾ. 1, ഞാൻ ആരാണ്. 2, എനിക്ക് എന്തുണ്ട്. ഈ 2 സത്യങ്ങളും ഒരു വിശ്വാസി ഗ്രഹിക്കണം എന്ന് പൗലോസ് ആശിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ അപ്രമേയ ധനം ധാരാളമായി അവർക്ക് നൽകിയിരിക്കുന്നു. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരമാണ് എഴുതിയത്, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. അതും ക്രിസ്തുവിന്റെ അപ്രമേയ ധനമാണ്. ജീവൻ ഭൗതികവും ഭക്തി ആത്മീകവുമാണ്. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ആ ധനത്തിൽ നിന്ന് നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആത്മീകമായതും ഭൗതികമായതും ഒരു ദൈവവേദന നൽകുവാൻ നമ്മുടെ ദൈവം നല്ലൊരു ദാതാവാണ്. പൗലോസ് അനവധി സ്തോത്രങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പറഞ്ഞു തരാത്ത ദാനങ്ങൾ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെ ഉയരത്തിൽ നിന്ന് പിതാവിൽ നിന്ന് വരുന്നു. അവർ ഗോഡ് ഈസ് എ ഗുഡ് ഗിവർ. നൽകുന്നു. പിതാവ് പുത്രനെ നൽകി, പുത്രൻ പരിശുദ്ധാത്മാവിനെ നൽകി, പരിശുദ്ധാത്മാവ് കൃപാവരങ്ങളെ നൽകി, നൽകുന്നു. ഒരു ദൈവത്തിന്റെ ഭൗതികവും സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കർത്താവ് ധനികനാണ്. ഫിലിപ്പിയ ലേഖനം 4:19 പറയുന്നു, നമ്മുടെ ഏത് ബുദ്ധിമുട്ടും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി അവിടുന്ന് തീർത്തു തരും. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാം. എന്നെ ജയത്തോടെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, അത് ഭൗതികമോ ആത്മീകമോ ഏതുമാകട്ടെ, നിങ്ങളെ അത്ഭുതമായി വഴി നടത്തുന്ന ഒരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യം നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റും. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ ദൈവം നൽകുന്നു. പുത്രനെ നൽകിയ സ്നേഹമാണ്. അതാണ് റോമാലേഖനം 8:31 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ ഇതൊക്കെയും, അല്ലെങ്കിൽ സകലവും നൽകാതിരിക്കുമോ? സകലതും. നാം അണ്ടർലൈൻ ചെയ്തത് സകലവും എന്നുള്ളതിനിടയിൽ നാം വരച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മനോഹരമായ വാക്യത്തിൽ ഊന്നൽ നൽകേണ്ടത് അവനോടുകൂടാണ് സകലവും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രിസ്തുവിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അവനിൽ എല്ലാം ഉണ്ട്. അതാണ് കൊലോസ്യ ലേഖനം 2:3 പറയുന്നത്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കും. അവിടുന്നാണ് നമ്മുടെ കൃപാധനം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ദൂതിൽ താൻ ഇങ്ങനെ പറയുന്നു, ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് മത്തായി സുവിശേഷം നന്മയെന്നും ലൂക്കോസിന്റെ സുവിശേഷം പരിശുദ്ധാത്മാവെന്നും പറയും. ഞാൻ മനസ്സിലാക്കുന്ന ആശയം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആത്മാവിലുണ്ട്. ആത്മാവ് ദൈവത്തിലുള്ളത് നിങ്ങൾക്ക് തരുന്നു. ആത്മാവ് ദാനം ആത്മാവോട് സംസാരിക്കുന്നു. ദൈവത്തിന് എന്തെല്ലാം ഉണ്ടെന്ന്
ആത്മാവ് വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൽ കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നു. മത്തായി സുവിശേഷം 6:33 പറയുന്നത്, മുമ്പേ അവന് രാജ്യവും നീതി അന്വേഷിക്കുന്നു, അതോടുകൂടി ഇതൊക്കെയും എന്താണ്? അവിടെയാണ് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ, ഇഹലോകത്തിന് ആവശ്യമുള്ളതൊക്കെ. അവിടെ ജീവൻ ആവശ്യമായത്, ആത്മാവിന് ആവശ്യമായത്, അല്ലെങ്കിൽ പ്രാണൻ ആവശ്യമായതെന്ന് പറയാം, ശരീരത്തിന് ആവശ്യമായത് എല്ലാം നൽകുന്ന ഒരു ദൈവം. ഇനി റോമാലേഖനം 2:4 കർത്താവിന് ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവ അവിടുത്തെ നന്മയുടെ ഒരു ഐശ്വര്യമാണ്. The riches of his goodness എന്നാണ് ഇംഗ്ലീഷ്. നിശ്ചയമായും ദയയും ക്ഷമയും ദീർഘശാന്തിയും കർത്താവിന്റെ അപ്രമേയ ധനത്തിൽ നിന്ന് മനുഷ്യന് അളന്നും അതിരും കൂടാതെ ലഭിക്കുകയാണ്. ആ ധനത്തെ നിരസിക്കുന്നത് ബുദ്ധിപരമാണോ? 1 തിമോഥെയോസ് 6:17 എല്ലാം ധാരാളമായി അനുഭവിപ്പാൻ നൽകുന്ന ദൈവം എന്നൊരു വാക്യം കാണും. സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന അവിടുത്തെ അപ്രമേയ ധനം എത്രയോ മഹത്തരമാണ്. Who gives us richly all things to enjoy എന്നാണ് ഇംഗ്ലീഷ് വിവർത്തനം. കൊലോസ്യ ലേഖനം 2:2 വിവേകപൂർണതയുടെ സമ്പത്ത് എന്ന് കാണും. നാം ഈ നിമിഷങ്ങളെല്ലാം ചിന്തിക്കുന്നത് മഹിമാധനം, കൃപാധനം, അപ്രമേയധനം, നിക്ഷേപങ്ങള്, ദൈവിക ദാനം, നന്മയുടെ ധനം, വിവേകപൂർണതയുടെ സമ്പത്ത്, തേജസ്സിന്റെ ധനം, ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നാം കൃപയോട് ചേർത്താണ് പഠിക്കുന്നത്. എന്താണ് കൊലോസ്യ ലേഖനം 2:2 പറയുന്നത്? All riches of the full assurance of understanding. ക്രിസ്തുവിന്റെ അപ്രമേയ ധനം അവിടുത്തെ വചനമല്ലേ? ആ ധനം ഉള്ളിൽ ഉള്ളവനെ പോലെ സമ്പന്നൻ വേറെ ആരാണ്? അതില്ലാത്തവനെ പോലെ ദരിദ്രൻ വേറെ ആരുള്ളൂ? പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ് ദൈവവചനം എന്ന് പറയും. എബ്രായ ലേഖനകർത്താവ് പറയുന്ന മറ്റൊരു ചിന്തയാണ് ക്രിസ്തുവിന് നിന്ന വലിയ ധനം. നമുക്കത് ഇങ്ങനെ വിവക്ഷിക്കാൻ കഴിയട്ടെ. ആ അപ്രമേയ ധനത്തിൽ ക്രിസ്തുവിന് നിന്നയെ വലിയ ധനമായി നമുക്ക് കാണുവാൻ ഇടയാകണം. ഇപ്പോൾ നിന്നയുടെ ധനം നാം അനുഭവിക്കുന്നുവെങ്കിൽ ഭാവിയിൽ പ്രതിഫലങ്ങളുടെ വലിയ ധനം നമുക്ക് കരസ്ഥമാക്കാം. മറ്റു വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം, ആവശ്യക്കാരില്ലാത്ത ധനമാണ് ക്രിസ്തുവിന്റെ നിന്ന. ഇന്നത്തെ സഭയുടെ ഒരു വലിയ അപകടം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കട്ടെ. ലവോദിക്ക സഭ പോലെ ദരിദ്രരായിരിക്കെ ധനികരാണെന്ന ഒരു ധാരണ സഭയ്ക്ക് നായിപ്പോയി. അത് വളരെ അപകടകരമാണ്. ലവോദിക്ക സഭയുടെ ഒരു വലിയ ഗതികേട് അതായിരുന്നല്ലോ. എന്നാൽ നമുക്ക് ധാരാളമായി സമർത്ഥമായി നൽകുന്ന ദൈവകൃപയുടെ ആ വലിയ മഹത്വം അനുഭവിക്കുവാൻ നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, ആദിമ സഭയിലെ വിശുദ്ധന്മാരെ പോലെ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ പോലെ അവർ ഈ ഭൗതിക ലോകത്തിലെ പണത്തെ ജയിച്ചവരായിരുന്നു. അവർ മുടന്തനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അന്നത്തെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ എന്തില്ലായിരുന്നോ ഇന്ന് അത് സഭയ്ക്കുണ്ട്. പക്ഷെ അന്നത്തെ അപ്പോസ്തലന്മാർക്ക് എന്തുണ്ടായിരുന്നു? അവർക്കുണ്ടായിരുന്നത് കൃപ മാത്രമായി. കൃപയുടെ ധനം, അത്യന്ത ധനം, മഹിമാധനം, ആ തേജസ്സിന്റെ ധനം, ആ നിക്ഷേപം അവർക്കുണ്ടായിരുന്നു. ലോകത്തിന് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത, ലോകം അതിന്റെ മൂല്യം ഗ്രഹിച്ചിട്ടില്ലാത്ത, മനുഷ്യകരങ്ങളാൽ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത ദൈവകൃപയുടെ ആ വലിയ മഹിമാധനത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ശിഷ്യന്മാർ. അവർ ഭൗതിക ലോകത്തിലെ സമ്പത്തിനെ ജയിച്ചവരായിരുന്നു. അവർ പ്രഥമ പരിഗണന നൽകിയത് ദൈവകൃപയ്ക്ക് മാത്രമായിരുന്നു. പത്രോസിന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? മുടന്തനെ എഴുന്നേൽപ്പിക്കാനുള്ള ആത്മശക്തി. പക്ഷെ ഇന്നത്തെ സഭയ്ക്ക് അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മുടന്തൻ മുടന്തനായിട്ടും കുരുടൻ കുരുടനായിട്ടും ചെകിടൻ ചെകിടനായിട്ടും നമ്മുടെ മുമ്പിൽ ജീവിക്കും. ഇന്ന് അവനെ തൃപ്തിപ്പെടുത്തുവാൻ, അവന് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്. പക്ഷെ അവനെ എഴുന്നേൽപ്പിക്കാനുള്ള ദൈവകൃപ നമുക്ക്. ഇന്ന് സഭ മുടന്തി, സഭ ഇന്ന് ദരിദ്രരായിട്ട്, സഭ ലോകത്തോട് യാചിക്കുക, സഭയുടെ ആവശ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുക. ലോകത്തിന് മുമ്പിൽ സഭ പാപ്പരായി. യഥാർത്ഥത്തിൽ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ ദേവാലയത്തിന് മുന്നിലായിരുന്നു മുടന്തനിരുന്നു. എന്നാൽ ആ സഭ സുന്ദരമായിരുന്നു, മനോഹാരിതയുള്ള സഭയായിരുന്നു. പക്ഷെ ഇന്നത്തെ സഭ മുടന്തി. സഭ എഴുന്നേൽക്കുവാൻ മറ്റുള്ളവരോട് കേണപേക്ഷിക്കുക, സഹായിക്കണമേ എന്ന് പറയുക. ലോകത്തിന്റെ പൊന്നും വെള്ളിയും മതി ഇന്നത്തെ സഭയ്ക്ക്. ആത്മശക്തി വേണ്ട, കൃപ വേണ്ട, അഭിഷേകം വേണ്ട, വെളിപ്പാടുകൾ വേണ്ട, യേശുവിനെ വേണ്ട. പ്രിയ സഹോദരങ്ങളെ, 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ഒരു പത്രോസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനന്യാസും സഫീറയും പിടിക്കപ്പെട്ടു. ഇന്ന് സഭയ്ക്ക് ഒരു പത്രോസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്രകാരമുള്ള സമ്പത്തിനെ പ്രഥമമായി കാണും. സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ശുശ്രൂഷയെ കണക്കാക്കുന്നു. സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിന് വേണ്ടി സഭയുടെ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു വെല്ലുവിളിയാണ് 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ട ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ടായിരിക്കും പത്രോസ് ശക്തമായി വിളിച്ചു പറഞ്ഞത്, ശമര്യയിലെ ശീമോനോട് പറഞ്ഞു, നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെന്ന് പറഞ്ഞു. അവർക്കുണ്ടായിരുന്നത് കൃപ മാത്രമായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പെട്ട ആ കൃപ, അതേ ദൈവകൃപ ഇന്നും സജീവമായി വിശ്വസിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.